നമസ്കാരം. ഇൻസ്റ്റഗ്രാം റീലുകളിലും യൂട്യൂബ് ഷോർട്സുകളിലും പൂക്കി ലൈഫ് എന്നും ട്രെൻഡിംഗ് എന്നും പറഞ്ഞ് സ്വന്തം വാഹനങ്ങൾ അടിമുടി മോഡിഫൈ ചെയ്തിറക്കുന്ന ജെൻസി തലമുറയുടെ ആവശ്യം സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട്. വണ്ടിയുടെ സൈലൻസർ മാറ്റുക, വിചിത്രമായ ലൈറ്റുകൾ ഘടിപ്പിക്കുക, ബോഡിയുടെ കളർ മാറ്റുക തുടങ്ങിയവയെല്ലാം ഇവർക്കൊരു ഹരമാണ്. എന്നാൽ ഈ റീൽസ് ചിരികൾക്കും കൈയിടികൾക്കും അപ്പുറം നിയമത്തിന്റെ വലിയൊരു ഇരുട്ടടി ഇവരെ കാത്തിരിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വാഹനങ്ങളുടെ രൂപമാറ്റം നിയമപരമായി അനുവദിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെ കേന്ദ്ര മോട്ടോർ വാഹന നിയമമോ സുപ്രീം കോടതിയും ഹൈക്കോടതിയും അടക്കമുള്ള നീതിന്യായ വ്യവസ്ഥയോ ഇക്കാര്യത്തിൽ ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങൾക്കൊപ്പമല്ല എന്നതാണ് യാഥാർത്ഥ്യം. റോഡ് സുരക്ഷയും പരിസ്ഥിതി മലിനീകരണവും പൂർണ്ണമായി പരിഗണിക്കാതെയുള്ള യാതൊരുവിധ ഇളവുകളും നിയമം അനുവദിക്കുന്നില്ലെന്ന് രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി അടക്കം പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. വാഹന നിർമ്മാതാക്കൾ നിശ്ചയിച്ച് അനുവദിക്കുന്ന ഘടനയ്ക്കപ്പുറമുള്ള ഒരു രൂപമാറ്റവും വാഹനങ്ങളിൽ വരുത്താൻ പാടില്ലെന്നാണ് 1988 മോട്ടോർ വാഹന നിയമം വകുപ്പ് 52 കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരള മോട്ടോർ വാഹന ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വാഹനങ്ങളിലെ രൂപമാറ്റത്തിന് മുൻപ് ചില ഇളവുകളോടെ അനുമതി നൽകിയ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് തള്ളിക്കൊണ്ട് 2019 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമാണ്. കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി സംസ്ഥാനങ്ങൾക്കൊന്നും തന്നെ ഇതിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്നാണ് സുപ്രീം കോടതി ഉത്തരവ് വ്യക്തമാക്കുന്നത്. നിലവിൽ രാജ്യത്തെ നിയമങ്ങൾ എത്രത്തോളം കർശനമാണെന്നതിന് ഉദാഹരണമാണ് മൂന്നാറിൽ ടൂറിസ്റ്റുകൾക്കായി KSRTC നിരത്തിലിറക്കിയ ഡബിൾ ഡക്കർ ബസിന്റെ സംഭവം. ഈ ബസ്സിൽ കമ്പനി ഡിസൈൻ എക്സ്റ്റേണലായി നൽകുന്നതിനേക്കാൾ ഒരു ഹെഡ്ലൈറ്റ് അധികമായി വെച്ചതുപോലും നിയമവിരുദ്ധമാണെന്ന് കണ്ട് അത് നീക്കം ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇത്തരം കർശനമായ നിയമവ്യവസ്ഥകളും കോടതി ഉത്തരവുകളും നിലനിൽക്കെ ഇതിനെയൊക്കെ മറികടന്ന് പുതിയ രൂപമാറ്റങ്ങൾക്ക് എങ്ങനെ അനുമതി നൽകാൻ സാധിക്കുമെന്നാണ് നിയമവിദഗ്ധർ ചോദിക്കുന്നത്. ഇതിനു പുറമെ വണ്ടികളിൽ അനധികൃതമായി മോഡിഫിക്കേഷൻ വരുത്തുന്നത് വഴി അപകടമുണ്ടായാൽ ഇൻഷുറൻസ് ക്ലെയിം പൂർണ്ണമായി നിഷേധിക്കപ്പെടാനും ഇത് കാരണമാകുമെന്ന് ഹൈക്കോടതി അഭിഭാഷകനും KSRTC സ്റ്റാൻഡിംഗ് കൗൺസിലായ ദീപു തങ്കൻ വ്യക്തമാക്കുന്നു. മോട്ടോർ വാഹന നിയമം വകുപ്പ് 52 അനുസരിച്ച് വാഹന നിർമ്മാതാക്കൾ രൂപകൽപ്പന ചെയ്ത പരിധിക്കപ്പുറമുള്ള ഒരു രൂപമാറ്റവും അനുവദിക്കാൻ പാടുള്ളതല്ല. വണ്ടികളിൽ ഇത്തരം രൂപമാറ്റങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അനുവാദം നൽകാനുള്ള പരമാധികാരം കേന്ദ്ര സർക്കാരിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം പരിമിതമാണ്. 2000 കൊണ്ടുവന്ന മോട്ടോർ വാഹന നിയമ ഭേദഗതിയിലും രൂപമാറ്റങ്ങൾ അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യവും പരിഗണനയും നൽകിയത് റോഡ് സുരക്ഷയ്ക്കും മലിനീകരണം തടയുന്നതിനുമാണ്. വണ്ടികളുടെ ടയറുകളിൽ വരുത്തുന്ന വലിപ്പ വ്യത്യാസങ്ങൾ പോലും നിയമപരമായി അനുവദനീയമല്ലെന്ന് ഇതിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2019 ഈ വിഷയത്തിൽ സുപ്രീം കോടതി നടത്തിയ ഇടപെടൽ ശ്രദ്ധേയമാണ്. വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ കർശനമായി തടഞ്ഞുകൊണ്ട് 2006 കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ഈ സർക്കുലർ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ അന്ന് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വാഹന ഉടമകൾക്ക് അനുകൂലമായ ഉത്തരവാണ് പുറപ്പെടുവിച്ചത്. എന്നാൽ ഹൈക്കോടതിയുടെ ഈ ഉത്തരവിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് 52 പൂർണ്ണമായും മറികടക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ ചട്ടങ്ങളും നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ലെന്നായിരുന്നു കേസിൽ അമിക്കസ് ക്യൂറി സമർപ്പിച്ച റിപ്പോർട്ട്. ഇത് പരിഗണിച്ച സുപ്രീം കോടതി കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായി റദ്ദാക്കുകയാണ് ഉണ്ടായത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആഡംബര വാഹനങ്ങളടക്കം എല്ലാ വണ്ടികളും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വിവിധ അംഗീകൃത ഏജൻസികൾ നടത്തുന്ന കഠിനമായ പ്രോട്ടോടൈപ്പ് ടെസ്റ്റ് പാസ്സായ ശേഷമാണ് ഇന്ത്യൻ നിരത്തിലേക്ക് ഇറങ്ങുന്നത്. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്ന ഇത്തരം ടെസ്റ്റുകൾക്ക് ശേഷം വണ്ടികൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് അതിൽ പിന്നീട് യാതൊരുവിധ മോഡിഫിക്കേഷനും വരുത്താൻ നിയമം അനുവദിക്കുന്നില്ല.